ബൾട്ടി എന്ന നമ്മുടെ സൈനികം നായകനായ ചിത്രം ഇന്നലെ കണ്ടു. ഒരു 90 കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സൗഹൃദം, അതുമാതിരിയുള്ള ഒരു പിക്ചറാണ്. നല്ല പടം, നല്ല അഭിനയം. ഓരോ രംഗങ്ങളും, ആക്ഷൻ രംഗങ്ങളിൽ സൈനികം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുമാതിരി നല്ല കഥയുണ്ട് പടത്തിന്. പിന്നെ നമ്മുടെ തമിഴിലെ 2-3 നടന്മാരുണ്ട്. പടം ആകാംക്ഷ നിറഞ്ഞ ഒരു പടം തന്നെയാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കും, അടുത്തത് എന്ത് സംഭവിക്കും. നല്ല BGM, നല്ല ആക്ഷൻ രംഗങ്ങളും നല്ല പാട്ടുകളും. എന്നുവെച്ചാൽ ഒരു തമിഴ് സിനിമയുടെ ഒരു ടച്ചിൽ പോകുന്ന സിനിമയാണ്. എന്തായാലും ഈ ചിത്രം ഷൈനികത്തിൻ്റെ ഒരു നല്ല തിരിച്ചുവരവായിരിക്കും. പടത്തിന് ഇന്നലെ റിലീസിങ്ങിന് എൻ്റെ അന്ന് അത്ര വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം കത്തിക്കയറുകയാണ്. എന്ന് വെച്ചാൽ RDXന് ശേഷം ഇത്രയും നല്ലൊരു ആക്ഷൻ ഫിലിം കാണാൻ സാധിച്ചത് ഈ ബൾട്ടി എന്ന ചിത്രത്തിലൂടെയാണ്. എമ്മാതിരി പെർഫോമൻസാണ് നമ്മുടെ സൈനികം കാഴ്ചവെച്ചിരിക്കുന്നത്. ഓരോ രംഗങ്ങളും വളരെ അതിഗംഭീരമായാണ് അഭിനയിച്ചത്. ആക്ഷൻ രംഗങ്ങൾ എടുത്തു പറയുന്നത്, ഡാൻസ് ആയാലും പാട്ടായാലും കോമഡി ആയാലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ് ഈ പടത്തിലെ നടന്മാർ. കാരണം ശെൽവരാജ് ഉണ്ട്, നമ്മുടെ ധനുഷിൻ്റെ ചേട്ടൻ, വളരെ നന്നായിട്ടുണ്ട്. അതും ഒരു പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് നമ്മൾക്ക് ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് ചിറിച്ചിറങ്ങി പോരാവുന്ന ഒരു നല്ല ആക്ഷൻ ഫിലിമാണ്. തീർച്ചയായും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പടം കണ്ടാൽ പൈസ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പറയുകയാണ്. RDXൽ എങ്ങനെയായിരുന്നു നമ്മുടെ സൈനികം കാഴ്ച, അതിനേക്കാൾ ഗംഭീര ആക്ഷൻ രംഗങ്ങളാണ് ഈ പടത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായും ചിത്രം കാണുക. നിങ്ങളുടെ കമൻറ്റുകൾ, വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. ഇത്രയും ഗംഭീര പടം നമ്മുടെ അബിയുടെ മകനാണ് ഷൈനികം. അദ്ദേഹത്തിന് RDXന് ശേഷം ഒരു ഹിറ്റൊന്നും കിട്ടിയില്ല. പിന്നെ ഇറങ്ങിയ പടങ്ങളെല്ലാം വളരെ അദ്ദേഹത്തിൻ്റെ മോശം കൊണ്ടായിരിക്കും പടങ്ങളൊന്നും വിജയിച്ചില്ല. ഈ പടം അതിനുള്ളൊരു തക്കതായ മറുപടി തന്നെയാണ്. നല്ല സൂപ്പർ ആക്ഷൻ രംഗങ്ങളും സൂപ്പർ ഡാൻസും സൂപ്പർ ഗാനങ്ങളും കൊണ്ട് സമ്പന്നമായ ചിത്രം നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് പോയി ടിക്കറ്റ് എടുക്കാം. കൈതപ്പള്ളി ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല സിനിമയുടെ റിവ്യൂവുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.